നമ്മൾ മുമ്പിടെ വന്നിനി ഞാൻ ഏറ്റവും ടോപ്പ് വരെ വണ്ടി കയറ്റിനി ഇറങ്ങി. ഹലോ ഗൈസ്, വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കാണൂല. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളോട് പോണേ ആമസോൺ വ്യൂ പോയിന്റ് പോവാണ്. സംഭവം നമ്മള് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നില്ലേ പോണം. പിന്നെ മഴ ഇല്ല. ഇന്നലൊക്കെ നോക്കി, ഇന്നലെ ഒന്നും മഴ ഇല്ല. മഴ വേണം അവിടെ പോകുമ്പോൾ. മഴ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ്, ഒരു കോട ഫീലൊക്കെ കിട്ടൂലേ ആ ഒരു കുന്നിന്റെ മേലെയും. പിന്നെ കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട്. നമ്മൾ കുറെ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നമുക്ക് വൈകുന്നേരം ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് പോരാന്ന് വിചാരിച്ചിട്ട്. ഇന്ന് ഉച്ചന്റെ ശേഷമായപ്പോൾ ഒരു മഴ ഉണ്ട് അല്ലേ. ഇപ്പം മഴ കുറവുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഇതുവരെ മഴ പെയ്തുകൊണ്ട് ക്ലൈമറ്റ് അടിപൊളിയാവും. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചപ്പം രാവിലെ തൊട്ടേ വെയിലായപ്പം പോവാനുള്ള മൂഡ് വന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അടിപൊളി അല്ലേ. അപ്പോൾ നമുക്ക് ഇനി പോവല്ലോ, നേരം കളയണ്ടല്ലോ. നേരം കളയണ്ട. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓഫ് റോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോഴേ ക്യാമറ എടുത്ത് ഹെൽമെറ്റിലൊന്നും വെക്കുന്നില്ല. നമുക്ക് അവിടെ ആ ഒരു പരിസരത്ത് എത്തിയിട്ട് വെച്ചിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് എന്താ പറയുക പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, തിരിച്ചു പോരാ. ഞാനും ബോണസും ബെറ്റ് വെച്ചിന് കേട്ടോ. അപ്പോൾ എനിക്ക് ചായ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വരുമ്പോൾ മേടിച്ചിരുന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ബെറ്റ് വെക്കണം. എന്താ വെച്ചാല് എന്നാലും ഒരു ബെറ്റ് വെക്കലും നിർത്തിക്കോട്ടെ വെച്ചിട്ടാ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പിന്നെ ബെറ്റ് വെക്കാൻ വരും എന്തേലും പറഞ്ഞാണ്ട്. പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മളെന്തായാലും പോവാണ് അല്ലേ, പോവല്ലേ. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ അതെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് ബൈക്കായതുകൊണ്ട് മാക്സിമം നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റും. കാറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് സ്പോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പയ്യെ കയറല്ലേ. ഞങ്ങൾ എന്താ വെച്ചാൽ മഴ കൊള്ളാനുള്ള രീതിക്ക് ഡ്രസ്സിങ്ങും എല്ലാം ആ ഒരു സെറ്റപ്പിലാക്കിയിട്ട് വന്നേ. തിരുമ്പാനായ പാൻറ്റും അങ്ങനെ ഒരു വൈബിൽ മഴ കൊള്ളാൻ റെഡി ആയിട്ട് വന്നത്. അതാണ് ഞാൻ ക്യാമറ പോലും ഇവിടെ നിന്ന് സെറ്റ് ചെയ്തത്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു മഴ ആ ഒരു സെറ്റപ്പായിരുന്നു. വെറുതെ അവിടെ നിന്ന് തന്നെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ചെളിയാക്കണ്ടെന്ന് കരുതിയിട്ട്, ക്യാമറ നനയ്ക്കേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ക്യാമറ എല്ലാം പാക്ക് ചെയ്ത് ബാഗിലിട്ട് ആ ഒരു സെറ്റപ്പിലാണ് വന്നത്. നല്ലൊരു മഴ ഉണ്ടായപ്പോഴാണ് നമ്മളിങ്ങനെ ഇവനോട് സംസാരിച്ചത് പോയാലോ എന്നുള്ള കാര്യം. ഓ സംഭവം നൈസാട്ടോ റൂട്ട്. എന്തിന് എനിക്കറിയില്ല. അത് ജീപ്പ് ടാക്സിയാണ് ഇങ്ങനെ ഓടുന്ന വണ്ടിയാ. മുന്നേ ഒന്നുണ്ട് കേട്ടോ. വൈകുന്നേരമൊക്കെ ചുമ്മാ വരാൻ പറ്റിയൊരു സ്പോട്ടാണ്. പക്ഷെ മഴ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സെറ്റാണ് അല്ലേ. നമ്മളെ നാട്ടിലുള്ള മഴ കണ്ടിട്ട് ഇറങ്ങിയാണ് ശരിക്കും പറഞ്ഞാല്. അവിടെ ഇരിക്കും. ഒന്ന് ത്രോട്ട് കൊടുക്കുമ്പോൾ പൊന്തുണ്ട്. പൊന്തിനെ ഞാൻ അറിയുന്നുണ്ട്, എനിക്കറിയില്ല എന്നുള്ളൂ. കണ്ടോ ഇപ്പോഴൊക്കെ പൊന്തുണ്ട്. ഇറക്കം ഇങ്ങനെ പൊന്തി ഇതാവുണ്ട്. ഞാൻ അതിനനുസരിച്ച് ഇങ്ങനെ മുന്നേക്ക് നിൽക്കുന്നുണ്ട്. നമ്മളെ വണ്ടി കയറാത്ത ഓഫ് റോഡോ അല്ലേ പോണസേ. പക്ഷെ ഇത് റോഡാണല്ലോ, ഓഫ് റോഡല്ലല്ലോ. ഫുള്ള് റബ്ബർ കാടാണ് അല്ലേ. നമ്മൾ മുമ്പിടെ വന്നിനി ഞാൻ ഏറ്റവും ടോപ്പ് വരെ വണ്ടി കയറ്റിനി. ആ ഒരു ഷോപ്പിൻ്റെ ആ ഒരു സ്പോട്ടിൻ്റെ അവിടെയാണ് എന്നിട്ട് വണ്ടി വെച്ച് പിന്നെ കയറിയത്. അത്രയ്ക്ക് ടാസ്ക് ആയിട്ടുള്ളൊരു ഓഫ് റോഡൊന്നുമല്ല, സിമ്പിളായിട്ട് തന്നെ കയറാൻ പറ്റിയ ഒരു ഓഫ് റോഡാണ്. ഏകദേശം കൂടുതൽ പോർഷൻസും ഇതുപോലെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്പോട്ടാണ്. ഒരു ടാസ്ക്കായിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഒരു ടാസ്ക് ചെയ്യണം, ഒരു അച്ചീവ്മെൻ്റ് എന്നുള്ള രീതിക്ക് അങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വരാട്ടുമേടൊക്കെ റെയിനി ടൈമിൽ ഒരു അച്ചീവ്മെൻ്റ് തന്നെ കേട്ടോ കയറ്റുന്ന കാര്യത്തിൽ. വരാട്ടുമേടാണ് ഞാൻ റീസെൻ്റ്ലി പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കിഡിലും ഓഫ് റോഡായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളൊരു ഓഫ് റോഡ്. കുറച്ച് ടാസ്ക് എടുത്ത് കയറിയിട്ടാണ് ഓഫ് റോഡൊക്കെ. ബാക്കിയുള്ള കാര്യം നമുക്ക് തന്നെ നോർമൽ നമ്മൾ പോകുമ്പോൾ പോയാൽ തന്നെ ഏകദേശം വണ്ടി ഇറങ്ങി ചെറിയ ഗൈസ് ബോണസിന് ഇറക്കിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങിപ്പോയി. അത്രയ്ക്ക് ഒരു കുത്തനെ കയറ്റാണ് ഒന്നാമത്. പിന്നെ അവൻ്റെ വെയിറ്റ് കൂടെ ഉണ്ടായിട്ടാണ് ഫ്രണ്ട് പൊങ്ങുന്നത്. സിമ്പിളാണ് സംഭവം. ഓ ഗൈസ് നിങ്ങളിത് കാണുക ഗൈസ്, എങ്ങനെയുണ്ട്
ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കാട്ടി കൂടുന്നുണ്ട്. ബോണസ് പാപം നടന്നിട്ടുണ്ടാവും ബാക്കിൽ. മറ്റേ പറഞ്ഞപ്പോഴും കൂടാ നമ്മള് എന്താ പറഞ്ഞീ പോണ്ട ഇറങ്ങിക്കോ വീഡിയോ എടുത്തില്ലേ. ഓ സംഭവം ഗൈസ് ഇതാണ് വഴി. ഇവിടെ നിന്നൊക്കെ വലിയ കുഴപ്പമില്ല, പ്രശ്നമാകുമ്പോൾ ഞാൻ പറയാം. പിന്നെ മേലെ വേറെ ഷോപ്പുണ്ട്, ഇനി ഇറങ്ങിക്കോ. ജീപ്പിൻ്റെ അടയാളാണ് ആ കാണണേ, ടയറിൻ്റെ. ഗൈസ് നമ്മളെ ബോണസ് ഇതേ ഫോട്ടോഗ്രാഫി. ഗൈസ് ഒരുപാട് ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ദിവസം. സൺഡേ ആയതുകൊണ്ടാണോ അറിയില്ല. ഓണസാ കുറച്ച് കയറി. ഗൈസ് ഇവിടെ ഒരു കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഏരിയയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ല കേട്ടോ. ഞാൻ മുമ്പ് വന്നപ്പോഴും ഈ ഒരു ഏരിയ കുറച്ച് ടാസ്ക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ കൂടുതലും ഒരു റോഡ് പോലുള്ള ഒരു ഏരിയയാണ്, ഭയങ്കര രസമുള്ളൊരു ഏരിയയാണ്. ഇവിടെ ഇച്ചിരി ടാസ്ക് ഫുൾ ഏരിയ ഗൈസ്. Taking over, 'cause there ain't no way.
ഗൈസ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഷോപ്പ്. അതായത് എന്താ പറയുക, തുറന്നിട്ട് പോകുന്ന ഷോപ്പ് എന്ന് പറയില്ലേ, പൈസ ഗൂഗിൾ പേ അയച്ചു കൊടുക്കണേ, ആ ഒരു ഷോപ്പ് അതാണ്. നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് നടന്നു പോകണം. ഇനി ഏതാനും ദൂരം ഇതുപോലെ നടന്നു പോകണം. ഫുള്ളി ചെളിയായിട്ടുണ്ട് കേട്ടോ, ഫാനിലും ചെരുപ്പിലും മൊത്തം. നമ്മൾ കണ്ടറിഞ്ഞാണ്ട് ഈ ഒരു കോളത്ത് വന്നാലേ മോണസേ ഹെൽമെറ്റ് അടച്ചു. അവൻ്റെ ഹെൽമെറ്റ് നിലത്തേക്ക് ചളിക്ക് പോകും. അതാണ് സംഭവം. എന്താ അതൊന്നും കുഴപ്പമില്ല. ആപ്പിട്ടി ഇത് ആപ്പിടി കാണൂലടാ, ആപ്പിട്ടിക്കൊക്കെ ഫുൾ തിരക്കാണ്. ഇത് കാണാത്ത ഗൈസ് അതൊക്കെ ഇടും, ഇത് ഫുള്ളിടും. നമ്മൾ കട്ട് ചെയ്യൂല, ഫുള്ള് കട്ട് ചെയ്യും. വീഡിയോ ഇറങ്ങുമ്പോൾ ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ടാവും. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതേ ഈ ഒരു മല കയറിക്കൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടല്ലേ ഈ മല കയറുന്നു പോണ സാർ? ഒന്നുകൂടി പറഞ്ഞ ഓന് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ബോണസിനെ കൊണ്ട് ഓരോരോ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കലാണ് പിന്നെ പരിപാടി. അല്ല അടിപൊളിയാട്ടോ. സ്റ്റോപ്പ് പൊല്യൂഷൻ. ഹലോ, ഇവിടെ ബോർഡൊക്കെ ഉണ്ട്, സ്റ്റോപ്പ് പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആര് മാസ്ക് ഇട്ടാണ്ട് അങ്ങനെ പുകടുക? അല്ല ഇനി ഇജല്ല ഞാന് മോണസേ, ഇജല്ല ഞാന്. ഇവിടെ നമ്മളുടെ എൻ്റെ അടിച്ചു, ഞാൻ എൻ്റെ അടിച്ചിട്ടുണ്ട് ഇവിടെ. ഞാൻ കുറേ മുമ്പ് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് എന്താ പറയുക, നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത്. ഗൈസ് അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരോ വ്യൂ പോയിന്റ്സ് ഉണ്ട് കേട്ടോ ഇതുപോലുള്ള. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നോക്കിക്കേ, കാണുന്ന വ്യൂകളെല്ലാം എങ്ങനെയുണ്ട് ബോണസ്? ഓടല്ലേ, ഇതാണ് പറഞ്ഞത് നല്ല മഴ ഉണ്ടെന്ന്. കരുവാങ്കല്ലൊക്കെ ഭയങ്കര മഴയാണ്. കുഴപ്പമില്ല, നമുക്ക് നല്ല നല്ല മഴയുള്ള പൊഞ്ഞു വരടാ, സീനില്ല. കോരയാട്ടോ, കല്ലും കോരയാണ് കാണുന്നത്. കയറില്ലേ, ഇരുട്ടാകുമ്പോൾ നമുക്ക് ആ വ്യൂ കാണണം. അരമണിക്കൂറുള്ളൂ നമുക്ക്, അരമണിക്കൂർ കഴിഞ്ഞാൽ ഇരുട്ടാവും. അപ്പോൾ ഇപ്പോൾ സമയം 6:30. നമുക്ക് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മുകളിൽ എത്തിയിട്ട് ആ വ്യൂ കാണണം. വ്യൂ ഇരുട്ടായിട്ട് കാണുന്നതിനെക്കാട്ടിലും ബെറ്റർ രണ്ടും കാണാമല്ലോ ഈ കുറച്ച് നേരത്തെ എത്തി കഴിഞ്ഞാൽ. അതായത് ഇരുട്ടാൻ മുമ്പുള്ളതും ശേഷമുള്ളതും സൺസെറ്റ് ആ ഒരു വൈബ് മേലെ നിന്ന് പിടിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് മുകളിലോട്ട്. എങ്ങനെയുണ്ട്? കയറായിണ്ടോ? കിടക്കുണ്ടോ? അപ്പോൾ ഇതാണ് കേട്ടോ ഒരു വ്യൂ പോയിന്റ്. ഇതുവഴി ഇങ്ങനെ വന്നിട്ട് നേരെ വ്യൂ പോയിന്റിലോട്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ഥലമുണ്ട്, അത് കുറച്ച് ഇതിലൊക്കെ പോയിട്ടൊരു സ്ഥലമുണ്ട്. ഇതേ മറ്റാൾ ഇത് അവിടെ കുഴങ്ങിയിരിക്കുന്നു, അതിൻ്റെ കഥ കഴിഞ്ഞാണ്. അത് എന്നെ കൊണ്ടേക്കോളി നിൽക്കുകയാണ്. ബാണോ സാർ ഗൈസ്? അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് കുറച്ച് സ്പോട്ടുകളുണ്ട്. ഞങ്ങൾ അന്ന് ക്യാമ്പ് ചെയ്ത് തരണില്ല പോണസേ, അത് മേലെ. തലമുട്ടി ഗൈസ് ആ വള്ളിയിൽ. അങ്ങനെ ഒരു ടൈറ്റാന്ന് വിചാരിച്ചിട്ട് പിടിച്ചാണ്, പക്ഷെ അത് ലൂസാണ്. ഏകദേശം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. സണ്ണൊക്കെ ഓൾറെഡി സെറ്റായി കാണും. കുറച്ചുകൂടി കഴിഞ്ഞാൽ പുള്ളി ഇരുട്ടാവും. അയ്യോ, ആമസോൺ വ്യൂ പോയിന്റ്. ഇതുപോലെയുള്ള വഴികളാണ്. ഇവിടെ ഒരു അനദർ വ്യൂ പോയിന്റ് ഉണ്ട് അല്ലേ? അയ്യോ, അതിലാണ് പോവാനുള്ളേ. ആ വ്യൂ കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നാ. കാഴ്ച അങ്ങനെ മല കയറി നമ്മളിതേ മുകളിലെത്തിയിരിക്കുന്നു. ബോണസ് ദേ കിടന്നുറങ്ങുന്നു.
ബോണസേ എങ്ങനെയുണ്ട് ആ ഒരു പുഴയുടെ വ്യൂ? ബോണസ് കുറച്ചു നേരം അവിടെ കിടന്നു, ഞാൻ പോട്ടെ. പോരി. അന്ന് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, ഇവിടെ ഒക്കെ വന്ന് കല്ല് തപ്പി ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ടെൻ്റ് അടിച്ച്, ഈ ഒരു പോഷയിലൊരു ടെൻ്റ് അടിച്ച് ഈ ഒരു കല്ലൊക്കെ ടെൻറ്റിൻ്റെ നേരെ സിറ്റ് ഔട്ട് എന്നുള്ള രീതിക്ക് രാത്രിയൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി ചുറ്റി കുത്തിറന്ന് ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഇരിക്കാം. അതുപോലെ ആ ഒരു സ്പോട്ടിൽ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്പോട്ടിൽ നീച്ച് പോരാൻ തോന്നുന്നില്ല, കൊഴിഞ്ഞിട്ടാണോ എന്താ അറിയില്ല. നീച്ച് പോവല്ലേ ചോദിച്ചപ്പം കുറച്ചു നേരോട് കുത്തിറക്കുന്നു. നമുക്ക് കുത്തിറക്കാം, ഓൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൻ പോവാന്ന് പറയുമ്പോൾ പോയാൽ മതി, അതുവരെ കുത്തിറക്കാം, ഒരു തിരക്കില്ല പോയിട്ട്. കൊതുകുണ്ടല്ലോ ഓണസേ, കൊതുക് ഇങ്ങനെ കടിക്കുന്നുണ്ട്, നല്ല കൊതുക്. മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് തോന്നുന്നുണ്ട് സൺസെറ്റിൻ്റെ ഒരു പോഷൻ, എന്താ സണ്ണിങ്ങനെ സെറ്റാവുന്ന സംഭവം കാണുന്നു. ഗായ്സ് അങ്ങനെ നമ്മളിത് തിരിച്ചിറങ്ങട്ടോ, ഏകദേശം ഏറായിട്ടുണ്ട്. അതിലല്ല ഇങ്ങനെ മേലേക്ക് ഇതില ഇത് ഓണായിക്കോ, ഫ്ലാഷ് ഓണായിക്കോ, എൻ്റെ ഇത് നോക്കിക്കോ. ഇനി ഇതിൽ ബാക്കിൽ എന്തെങ്കിലും കാണാതെ വികണ്ട ഗായ്സ്. അങ്ങനെ ബോണസിൻ്റെ എന്താ പറയുക അഭിപ്രായമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കുമ്പം എനിക്ക് മുന്നിക്കൊന്നും കാണില്ല, അതാണ് എങ്ങനെ പിടിക്കണേ. ബോണസിനോട് പോവല്ലേ ചോദിച്ചപ്പം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഏറെ വരെ ഇവിടെ ഉത്തർന്നാണ്. അപ്പം എനിക്ക് പതുക്കെ ഇറങ്ങാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു റീല് എഡിറ്റ് ചെയ്ത് വെച്ചിന് കേട്ടോ. ഞാൻ ബട്ടണിൽ കയ്യിൽ തട്ടിയിട്ട് സൂം ഔട്ട് ആയോ നോക്കിയാണ്. അപ്പോൾ ഞാനൊരു റീലൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ല ഇന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം അതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് തരണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ സിറ്റുവേഷൻ കഴിഞ്ഞില്ല ഗൈസ്, മറന്നുപോയി. അപ്പം ഇനി താഴെ പോയിട്ട് എങ്ങനെയെങ്കിലും അത് സെറ്റ് ചെയ്യണം, അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മളിതേ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ കാണാനൊന്നും ഉണ്ടാവില്ല, ഫുള്ളി ഇരുട്ടായിരിക്കും. നേരെ പോണ് വണ്ടി എടുക്കണ്, അതുപോലെ പോണ് തിരിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. അതാണ് ഇനി ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് നമുക്ക് അതിൻ്റെ പേര് ഓണസേ. അപ്പോൾ എങ്ങനെയുണ്ട് ഇനി എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടല്ലേ, നല്ല കുഴങ്ങിയ ആള്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് നമ്മളിവിടെ വെച്ച് അതിൻ്റെ പേര് വേണ്ടിയിട്ട് പോകണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.